ഹലോ ഹലോ സുഹൃത്തുക്കളെ, സാജു. ഇന്ന് തിരുവോണാണ്. എല്ലാവർക്കും ആദ്യമായിട്ട് തിരുവോണാശംസകൾ. ഞങ്ങൾ തിരുവോണമായിട്ട് ഭക്ഷണം കഴിഞ്ഞ് ഉച്ചക്കലത്തെ ഊണ് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി. നമ്മുടെ വീടിൻ്റെ അടുത്തെന്ന് പറയാൻ പറ്റില്ല, ചിമ്മിനി ഡാം, രണ്ട് സൈഡും റബ്ബർ മരങ്ങളാൽ ചുറ്റപ്പെട്ട ചിമ്മിനി ഡാമിലേക്ക് പോകണം. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 35 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ ടൗണിലേക്ക് പോകാണ്ട് തന്നെ, തൃശ്ശൂരിൽ നിന്ന് ടൗണിൽ പോകാണ്ട് തന്നെ മരത്താക്കര വഴി നമുക്ക് കല്ലൂര് വഴി നേരെ വരന്തരപ്പള്ളിയിൽ നിന്ന് പാലപ്പള്ളി കഴിഞ്ഞാൽ ചിമ്മിനി ഡാമായി, വേലൂപ്പാടം. അതിൻ്റെ ഇടയിലൊരു തീർത്ഥാടന കേന്ദ്രമുണ്ട്, വേലൂപ്പാടം പള്ളി. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ റബ്ബർ എസ്റ്റേറ്റുകളുടെ നേരെയാണ്. നല്ല ഒരു സ്ഥലമാണ് കേട്ടോ. നല്ലൊരു നമുക്കിപ്പോൾ ഒരു ഈവനിങ് ടൈമിലൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ് ചിമ്മിനി ഡാം. പക്ഷേ 5 മണിക്ക് മുമ്പ് എത്തണം ചിമ്മിനി ഡാമിൽ, എന്നാലേ കിടക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 5 മണി കഴിഞ്ഞു. അത് കാരണം ഞങ്ങൾക്ക് ഡാമിൽ പ്രവേശനം ലഭിച്ചില്ല. അപ്പം ഞങ്ങൾ റബ്ബർ എസ്റ്റേറ്റിലും അവിടെ കുറേ പുഴകളുണ്ട്, വെള്ളച്ചാട്ടങ്ങളൊക്കെ ചെറിയ ഇതുകളുണ്ട്. അങ്ങനെ ഒരു സ്പോട്ടിലാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. നല്ലൊരു സ്പോട്ടാണ്. കണ്ടമാനം ആൾക്കാർ തിരുവോണമായിട്ട് നല്ല ഒരു ചെറിയൊരു കാട്, എന്നാൽ അപകടമുള്ള സ്ഥലമല്ല, വെള്ളച്ചാട്ടം അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. ഇതിപ്പോൾ ഒരു സമയം ഒരു 5 മണി കഴിഞ്ഞു, 5:20 ആയി. നല്ല സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതിന് മുമ്പ് നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു തിരുവോണത്തിൻ്റെ അന്ന്. അതായത് നമ്മുടെ വൈഫ്, മകള്, വൈഫിൻ്റെ അമ്മ, ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി, വെള്ളത്തിലൊന്നും ഇറങ്ങാം, എന്തായാലും ഡാമിൽ കിടക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട് എല്ലാവർക്കും. അപ്പം ഞാനിവിടെ നോക്കിയപ്പോഴേ നല്ലൊരു ലൊക്കേഷൻ, എല്ലാവരും ഇവിടെ നിർത്തുന്നുണ്ട്. ഇപ്പോൾ ഡാമിൽ കയറാൻ പറ്റാത്ത ആൾക്കാരൊക്കെ വിഷമത്തിൽ ഇവിടെ നിർത്തുന്നുണ്ട്. അവിടെ ഒരു ചായ കുടിക്കാം, ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ട, അതൊരു വേരാണിത്, ഒരു മരത്തിൻ്റെ വേരാ. ആ മരം കണ്ട, ഇത് നമ്മുടെ എറണാകുളംകാർ പറയും ഇത് ചീനിമരം എന്ന് പറയും. ചീനിമരം വലിയ വേരും, ഒരു 8 അടി 9 അടി ഉയരത്തിലൊക്കെ ഇങ്ങനെ വേരിങ്ങനെ ഒരു ഭിത്തി പോലെ നിൽക്കും ചീനിമരത്തിൻ്റെ. പക്ഷെ തൃശ്ശൂർകാർക്ക് ചീനിമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുതുമയാവും. ഞങ്ങൾ കുമിഴ് എന്ന് പറയുന്നത്, കുമിഴ് കാട്ടുമരാണിത്. വളരെ വലിയ വേരുകളുള്ള, ഇങ്ങനെ ഭിത്തി പോലെ കണ്ട വേരുകൾ നിൽക്കുന്ന വേരുകളുള്ള ഒരു വലിയ കുമിഴ്മരം. അതിൻ്റെ ഒപ്പം 1-2 മരങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പണ്ടൊരു ഫോറസ്റ്റിൽ നമ്മൾ ഭൂതത്താങ്കട്ടിലൊക്കെ പോയ സമയത്ത് അവിടുത്തെ ആളുകളുടെ ആ വേര് നിൽക്കണ അവരിങ്ങനെ വിരിഞ്ഞ് കാവടി പോലെ നിൽക്കണ ആ വേര്. അവിടെ കണ്ടമാനം ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു അരുവി പോകുന്നുണ്ട്. അവിടെ കണ്ടമാനം ആൾക്കാർ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു ചായക്കടയുണ്ട്, ഒരു ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൈബാണ് ഇവിടെ. ഒരു സായാഹ്നം ചിലവഴിക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നല്ല വലിയ ഒഴുക്കൊന്നുമില്ല, ആർക്കും വേണമെങ്കിൽ ഇറങ്ങി കുളിക്കാം. ചില ആൾക്കാരൊക്കെ ഈ അപ്പുറത്ത് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ മരത്തിൻ്റെ ആ നിൽപ്പ് കണ്ട, ഇതിൻ്റെ ഇങ്ങനെ നിൽക്കുന്ന ഈ വേരുമേ ആഞ്ഞടിച്ച് ആനേനെ ഓടിക്കുന്ന പറയണേ. ഇതിനോട് വലിയ മരം ഉണ്ടാകണം. മരം വലിയ മരമാണിത്, കുമിഴ് മരം. ചീനി മരം എന്ന് പറയും. കുറച്ചുകൂടി വടക്കോട്ട് നീങ്ങിയ ചീനി മരം എന്ന് പറയും. ഇപ്പം ഇതുമ്മ വന്ന് വലിയ തടി കൊണ്ട് ആഞ്ഞടിച്ച് സൗണ്ട് ഉണ്ടാക്കി ആനനെ ഓടിക്കും. ഇതുമ്പോൾ ഇങ്ങനെ വൈബ്രേഷൻ സൗണ്ട് ഉണ്ടാവും, അങ്ങനെ കേട്ടത്. അപ്പം അങ്ങനെ ഞങ്ങൾ റബ്ബർ എസ്റ്റേറ്റൊക്കെ കവർ ചെയ്ത് നല്ല ഡെൻസായിട്ടുള്ള റബ്ബർ എസ്റ്റേറ്റാണ് കേട്ടോ. ഈ പാലപ്പള്ളി, ഇച്ചിപ്പാറ, ചിമ്മിനി ഡാം ഏരിയയാണ് കേട്ടോ. അതിൻ്റെ ഇടകൂടെ ഇങ്ങനെ സ്വച്ഛമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചെറിയ അരുവികൾ. അപ്പം എല്ലാവരും ഓണായിട്ട് കണ്ടവന ആൾക്കാർ ഓരോ സ്പോട്ടിൽ നിർത്തി തിരക്കില്ലാത്ത സ്ഥലങ്ങളിൽ ഇറങ്ങി കുളിച്ച് അതിനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ ചിമ്മിനി ഡാം. എല്ലാവർക്കും ഇവിടെ സ്വാഗതം കേട്ടോ. ഇത് നമ്മുടെ കാറാണ്, അപ്പുറത്തൊരു കാറ് നിർത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കാറിൻ്റെ ബാക്കിൽ വേറെ കാറുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഇറങ്ങി എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇത്. കണ്ടത് നല്ലൊരു സ്ഥലമാണിത്. അപ്പോൾ നമ്മുടെ
ഫോട്ടോ എടുക്കാനുള്ളൊരു തർക്കമാണ് അവിടെ ഫാമിലി. അവൾക്ക് അവിടെ മോൾക്കേ റോഡിന് നടുവിൽ നിന്ന് ഫോട്ടോ എടുക്കണത്ര. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോഴല്ലേ, അപ്പോൾ ആൾക്ക് വിഷമായി. പക്ഷെ നമ്മൾ പിന്നെ ഫോട്ടോ എടുത്തു. വണ്ടികൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് സന്തോഷമായി തിരുവോണം ഡാമിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റിയില്ലെങ്കിലും ആ അസ്തമയം കാണാം. കേട്ടോ, സൂര്യാസ്തമയം കണ്ട് പതുക്കെ നൈസായിട്ട് ഇങ്ങനെ മടങ്ങുകയാണ്. അപ്പോൾ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്തോളൂ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, നമ്മുടെ മുമ്പത്തെ വീഡിയോ ഒക്കെ കാണാൻ മറക്കല്ല കേട്ടോ. നമ്മൾ ഹിമാലയത്തിലൊക്കെ പോയി ലഡാക്കിലൊക്കെ പോയി വീഡിയോസ് ഉണ്ട്. അതൊക്കെ ബാക്കിലേക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ പിന്നെ നമ്മൾ പല വീഡിയോസും ഉണ്ട്, 100 വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഈ റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പാലപ്പള്ളി ഹാരിസൺ മലയാളം റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെ കടന്ന് പരന്തൽപ്പള്ളി വഴി ആമ്പല്ലൂർ വഴി ഞങ്ങളങ്ങനെ ഓണം ആഘോഷിച്ച് മടങ്ങുകയാണ്. സിമ്പിളായിട്ട് ആർക്കും വരാവുന്നൊരു റൈഡാണ്. നല്ല ബൈക്കിലാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരു ബൈക്ക് റൈഡറാണ്. ഓക്കെ.